കേരള സർവകലാശാല LLB പരീക്ഷാ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി SFI. യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വനിതാ പ്രവർത്തകരെ പുരുഷ പോലീസ് കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച് SFI കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സർവകലാശാല രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് അകാരണമായി കയ്യേറ്റം ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തതാണ് പ്രകോപനത്തിനിടയാക്കിയത്. മുടിക്കു കുത്തിപ്പിടിച്ചും വലിച്ചിഴച്ചുമായിരുന്നു വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നാലെ പോലീസ് വാഹനം തടഞ്ഞ് SFI പ്രവർത്തകരുടെ പ്രതിഷേധം. സർവകലാശാലയുടെ ഉത്തരസൂചികയിൽ വ്യക്തതയില്ല എന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. പലരും പല വിധത്തിലാണ് മൂല്യനിർണ്ണയം നടത്തുന്നതെന്നും പരാതിയുണ്ട്. സമാധാനപരമായ സമരത്തെ മൃഗീയമായാണ് പോലീസ് നേരിട്ടതെന്ന് വിദ്യാർത്ഥിനികൾ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരക്രമവും ഉണ്ടായിട്ടില്ല. അവരാണ് വയ്യാത്ത കുട്ടികൾ ഉൾപ്പെടെ കയ്യിൽ പിടിച്ച് കോളറിൽ പിടിച്ചിട്ടാണ് വലിക്കുന്നത്. വനിതാ പോലീസ് പോലും പിടിച്ചു വലിച്ചിരുന്നത്. പുരുഷ പോലീസാണ് ഇവിടെ വെച്ചിട്ടും പിടിച്ചു വലിച്ചിരുന്നത്. ഇവിടെയൊക്കെ പിടിച്ചിട്ടാണ് വലിച്ചിരുന്നത്. സമാധാനപരമായി സമരം എടുത്തു പോയിരുന്നു. ഒരു തരത്തിലുള്ള അക്രമം ചെയ്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ എഴുതുന്ന പരീക്ഷയ്ക്ക് ഞങ്ങൾക്ക് മര്യാദയ്ക്ക് മാർഗിടാനാണ് ഞങ്ങൾ പറയുന്നത്. വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ 20ഓളം പ്രവർത്തകരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് SFI കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പെൺകുട്ടികളെ പോലീസ്, വനിതാ പോലീസ് ഇല്ലാതെ പെൺകുട്ടികളെ വന്ന് പുരുഷ പോലീസ് പിടിക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അതെങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി പറ്റും? കേരളം ഭരിക്കുന്നത് ആരാ? കേരളത്തിന്റെ പോലീസിനെ അഴിച്ചുവിട്ടേക്കാണോ? ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഇത് കാണണം, അടിയന്തരമായി ഇടപെടണം ഈ വിഷയത്തിനകത്ത്. ഇത്തരത്തിലേക്ക് സമീപനം സ്വീകരിച്ച പോലീസുകാർക്കെതിരെ കർശന നടപടി ഉണ്ടാവണം. കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയക്കാമെന്ന കമ്മീഷണറുടെ ഉറപ്പിന് പിന്നാലെ SFI സമരം അവസാനിപ്പിച്ചു. അതേസമയം LLB മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രക്ഷോഭം കടുപ്പിക്കാനാണ് SFIയുടെ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.